വെറുതെ തർക്കിച്ച് ജയിക്കാൻ എന്നെ ഹേർട്ട് ചെയ്യാൻ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ആലോചിച്ച അനൂപേന്റെ തലയിൽ കൂടെ പോകുന്ന 10,000 കാര്യങ്ങളാ. എന്റെ മനസ്സ് മുറിച്ച് മാറ്റാൻ പറ്റുമോ പെണ്ണെ? പറയാ ഇല്ലാത്ത ആർക്കെങ്കിലും കഴിയോ? സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് എളുപ്പമാവു പറഞ്ഞേട്ടാ. അയ്യോ പോകല്ലേ, അയ്യോ പോകല്ലേ, അയ്യോ പോകല്ലേ. കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല. നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി രാജേഷ്, നേരിട്ടൊരൊറ്റ ചോദ്യം. നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോ അടക്കം കാല് തട്ടി മലനടച്ച് വീഴാറല്ലേ? അസൂയാർഹമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചു എന്നിരിക്കും, ചിലപ്പോ ഉമ്മ വച്ചു എന്നിരിക്കും. ബഹുമാനപ്പെട്ട സ്വരാജ് പറഞ്ഞ പോലെ പെണ്ണാണ് ഭരിക്കുന്നതെങ്കിലും പെണ്ണിനെന്താണ് കുഴപ്പം? അവ പാസം കെട്ട ആളിലമ്മ എങ്ങനെ കിടക്കറാ? ഇങ്ങനെ തുന്നേ നനച്ച് ഉക്കാ നിക്കറേ. എന്റെ അമ്മ ഇടുന്ന കാപ്പി ഊള കാപ്പി, എന്റെ അപ്പന്റെ കമ്പനി ഊള കമ്പനി. ഓ നിനക്ക് അവരെ കെട്ടാൻ വേണോ അല്ലേ? പൂമുഖവാദിക്കൾ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യ. കുട്ടിയായിരിക്കുമ്പോ ഇങ്ങനൊരു കൈയിടി കേൾക്കാൻ ഞാനും കൊതിച്ചിട്ടുണ്ട്. മോനെ, രംഗമോനെ, മോ ഹാപ്പിയാന്നോ? ബിബി മോൻ ഹാപ്പിയാന്നോ? ഞാൻ പത്മ, അനിയത്തിയ. മിസ്റ്റർ കുഞ്ഞുവാള് സ്മാർട്ടാട്ടോ, എനിക്കിഷ്ടായി. എൻ്റെ അമ്മ അച്ഛനും മരിച്ചുപോയി. പിന്നെ ഞാൻ സിംഗിൾ മദറാണ്. ഹായ് ഹലോ, ഫെയിം സ്റ്റെപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുരുഷാധിപത്യം കൂടുതൽ നിൽക്കുന്ന നമ്മുടെ മിമിക്രി ഫീൽഡിലേക്ക് ഒരു ലേഡി സൂപ്പർ സ്റ്റാറായി വന്നിരിക്കുകയാണ് പ്രീതിമ. അതെ, നമ്മുടെ ഗസ്റ്റ് ഇന്ന് പ്രീതിമയാണ്. വെൽക്കം ടു അവർ ഷോ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? നല്ല വിശേഷം, സുഖമാണ്. ഇപ്പം ഓണമൊക്കെ ആണല്ലോ, അപ്പം അതിൻ്റെ കുറച്ച് തിരക്കും തിരക്കുള്ള ടൈമാണ് അല്ലേ? ഓണം, എല്ലാ ഓണ സീസണിലും നമുക്ക് ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഷോസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു. ഈ ഒരു മിമിക്രി ഫീൽഡ് ചൂസ് ചെയ്യാൻ എന്താണ് കാരണം? അങ്ങനെ ചോദിച്ചാൽ ഞാൻ ചെറുതിലെ മിമിക്രി ചെയ്യുമായിരുന്നു. ഞാൻ ഒരു 7th പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ചെറിയ ചെറിയ സൗണ്ടുകൾ അനുകരിച്ച് തുടങ്ങിയത്. അങ്ങനെ പിന്നെ അന്ന് തൊട്ടേ മിമിക്രി ചെയ്യും. പിന്നെ TV ഷോസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു കോമഡി ഉത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വന്നതിന് ആ ഒരു സമയത്താണ്. പിന്നെ അങ്ങോട്ട് ഇങ്ങനെ എല്ലാ ചാനലിലും പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഏതൊരു ടൈം? ഞാൻ 7th പഠിക്കുമ്പോൾ. 7th പഠിക്കും. വേറെ എന്തെങ്കിലും ഈ ഒരു ഫീൽഡ് അല്ലാണ്ട് വേറെ ഡാൻസോ പാട്ടോ വേറെ എന്തെങ്കിലും ചെയ്യോ? പിന്നെ ഞാനിപ്പോൾ ഡബ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം. ഏതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് മൂവിയിലാണ്? ലേറ്റസ്റ്റ് ഇപ്പോൾ കുറച്ച് നാളായി ഡബ് ചെയ്തിട്ട്. പിന്നെ കാര്യം സൗണ്ടിന് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് അങ്ങനെ പിന്നെ കൂടുതൽ വർക്ക് കിട്ടുന്നോണ്ടാണോ? അങ്ങനല്ല. പിന്നെ അത്യാവശ്യം സിനിമയിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്, സീരിയൽസ് ഒക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയോ? ഞാൻ നൈല ഉഷയ്ക്ക് വേണ്ടിയിട്ട് കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഡബ് ചെയ്തിരുന്നു. പിന്നെ നടിമാർക്ക് വേണ്ടിയിട്ട് ഈ ട്രാക്ക് ഡബ് ചെയ്യും. രജിഷ വിജയന് വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, അടിപൊളിയായിട്ട്. രജിഷ വിജയന്റെ സൗണ്ട് ചെയ്യാമോ? ഓക്കെ. അപ്പം ലവ് എന്ന് പറഞ്ഞ സിനിമയിലെ രജിഷയുടെ ഒരു ഡയലോഗ്. വെറുതെ തർക്കിച്ച് ജയിക്കാൻ എന്നെ ഹേർട്ട് ചെയ്യാൻ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ആലോചിച്ച അനൂപേന്റെ തലയിൽ കൂടെ പോകുന്ന 10,000 കാര്യങ്ങളാ. അതൊന്നും നിനക്കറിയില്ല, മര്യാദയ്ക്ക് സംസാരിച്ചോ. ഞാൻ മാറില്ല, എനിക്ക് ഇപ്പം അറിയണം അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ. നീ പറഞ്ഞു സംസാരിച്ചിട്ട് പൊക്കോ. നീ പറ, അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ? അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം ഷോസിൽ പോകുമ്പോൾ ഷോസ് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏത് ആക്ട്രസിൻ്റെ ചെയ്യാനാണ്? എനിക്ക് ഒന്ന് കൂടുതൽ കയ്യടി കിട്ടിയ വോയിസുകൾ എനിക്ക് തോന്നുന്നു. ഞാൻ സ്പോട്ട് ഡബ് ചെയ്യാറുണ്ട്. സ്റ്റേജ് ഷോസിൽ കൂടുതലായും ചെയ്യുന്നത് സ്പോട്ട് ഡബാണ്. കുറേ സിനിമയുടെ കുറേ സീൻസ്, നടിമാരുടെയൊക്കെ സീൻസ് എടുത്തിട്ട് അത് സ്പോട്ടിൽ ഡബ് ചെയ്യും. അപ്പം അങ്ങനെ കുറേ ഒരു 10-15 മിനിറ്റോളമൊക്കെ ഡബ് ചെയ്യാറുണ്ട്, സ്പോട്ട് ഡബ് ചെയ്യാറുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയിട്ടുള്ളത് എന്ന് നിന്റെ മൊയ്തീനകത്തെ കാഞ്ചന പാർവതിയുടെ സംഭവം, പിന്നെ അനുശ്രീ അടിപൊളിയായിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ പാർവതീൻ്റെ ഏതെങ്കിലും ഒരു? പാർവതിയുടെ അത് തന്നെ ചെയ്യാം. കാഞ്ചന മറ്റൊരു പുരുഷനോർത്ത് 10 ദിവസമായി കാത്തിരിക്കുന്ന പെണ്ണാ ഞാൻ. എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രം അത്രയ്ക്ക് ഇഷ്ടമാണോ? അപ്പോൾ തന്നെ സ്നേഹിക്കുന്ന ഒരു 1000 ഇരട്ടി ഞാൻ എൻ്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ ഒരു 10,000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ നിർബന്ധിച്ച എൻ്റെ ശവത്തിലായിരിക്കും അപ്പോട്ടെ താലി കെട്ടുക. ഇനി 1000 വർഷം ഈനകത്ത് കിടന്ന് നരിച്ച് മരിക്കേണ്ടി വന്നാലും എൻ്റെ മൊയ്തീന് വേണ്ടി ഞാനത് ചെയ്യും.
എൻ്റെ കാലം ഇത്ര ഈനാത്തി കഴിഞ്ഞത് മൊയ്തീനോർത്ത് ഒറ്റ അക്ഷരങ്ങൾ വായിച്ച എൻ്റെ മനസ്സ് മുറിച്ച് മറ്റേ പറ്റുമോ പെണ്ണെ പറയാ ഇല്ലാത്ത ആർക്കെങ്കിലും കഴിയോ? എങ്ങനെ ചെയ്യണു? അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു വന്നില്ല എന്ന് തോന്നുന്നു. ഇല്ല, ജസ്റ്റ് കണ്ണടച്ചിരുന്ന ശരിക്കും ആ ഫീൽ ചെയ്യുന്നുണ്ട്. സൗണ്ടിന് എന്താ പറ്റിയേ? എനിക്ക് തോന്നുന്നു ഞാൻ കുറേ ദിവസം കുറച്ച് ഷോസുമായിട്ട് ഇങ്ങനെ കുറച്ച് ബിസി ആയിരുന്നു. ഞാൻ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു പ്രശ്നമുണ്ടായി. ഇന്നലെ വരെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം പുറത്തൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ ഷോസിന്റെ ഭാഗമായിട്ട്? എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട്, പോയില്ല ഇതുവരെയായിട്ടും അതിനുള്ളൊരു. ഓക്കെ, കൂടുതലും പ്രീതിമ ഫാമിലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല ഓൾമോസ്റ്റ് എവിടെ. അപ്പം എന്താണ് ഫാമിലി? ഇപ്പം പ്രേക്ഷകർക്കായാലും അറിയാൻ ആഗ്രഹം ഉണ്ടാവും പ്രീതിമൻ്റെ ഫാമിലി ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ളത്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും മരിച്ചുപോയി. പിന്നെ ഞാൻ സിംഗിൾ മദറാണ്. മോനുണ്ട്, പൃഥ്വിക് എന്നാണ് പേര്. 8 വയസ്സായി. എവിടെ, എറണാകുളത്ത് തന്നെയാണോ? അല്ലല്ല, അതൊക്കെ കുറേ വലിയ കഥകളാണ്. മോന് ഹസ്ബൻഡിൻ്റെ അമ്മയുടെ കൂടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ എൻ്റെ ഫാദർ മരിച്ച സമയത്ത് പിന്നെ എനിക്ക് എൻ്റെ അനിയനുണ്ട്. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അല്ലല്ല, അനിയന് ട്രിവാൻഡ്രത്ത് നിന്ന് പഠിക്കുവാണ്. അവന് ഇപ്പോൾ സിവിൽ സർവീസിൻ്റെ കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പഠിക്കും. അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെടുന്നത് കൂടുതലും. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ തന്നെ റീസൺ ബ്രദറിന് വേണ്ടിയിട്ടാണ്. കാര്യം അമ്മ ചെറുതിലേ മരിച്ചു, 7th പഠിക്കുമ്പോൾ അമ്മ മരിച്ചു. പിന്നെ വളർന്നതൊക്കെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ നിന്നാണ് ഞാൻ വളർന്നതൊക്കെ. പിന്നെയാണ് ലവ് മാരേജ് ആയിരുന്നു. പിന്നെ അത് ഇങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് ഒന്നിച്ച് പോകാൻ പറ്റാണ്ടായി. പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ ആയിരുന്നു. അച്ഛൻ്റെ കൂടെ ആയിരുന്ന സമയത്ത് മോൻ കൈക്കുഞ്ഞായിരുന്നു. ആ സമയത്താണ് ഞാൻ കോമഡി ഉത്സവത്തിന് ഓഡിഷന് ഫസ്റ്റ് വരുന്നതൊക്കെ. അങ്ങനെ പിന്നെ എന്താ പറയുക, കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അങ്ങനെ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അനിയൻ ചെറുതാണ്. പിന്നെ എന്താ, അവനെ പഠിപ്പിക്കണം, പിന്നെ എൻ്റെ കാര്യങ്ങൾ സ്വന്തം കാലിൽ നിൽക്കണം, കൊച്ചിനെ നോക്കണം എന്നൊക്കെ ഉള്ളൊരു എൻ്റെ ആഗ്രഹത്തിൽ ഞാൻ പിന്നെ ബന്ധുക്കളൊക്കെ വിളിച്ചായിരുന്നു അവരെ വീട്ടിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ തയ്യാറായില്ല. ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നു. ഞാൻ പിന്നെ ജോലി ആ സമയത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രോഗ്രാംസ്, കോമഡി ഉത്സവം തുടക്കമാണ്. അപ്പം നമുക്കിങ്ങനെ പ്രോഗ്രാംസ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വേറെ ഒരു വഴിയില്ല. ഞാൻ കുറേ ജോലിക്കൊക്കെ ശ്രമിച്ചു, കിട്ടിയില്ല. അങ്ങനെയാണ് എൻ്റെ പരിചയത്തിലുള്ള ഒരു ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് പോയത്. അങ്ങനെ റെസ്റ്റോറൻറ്റിലായിരുന്നു ഒരു 2-3 വർഷം ഞാൻ ജോലി ചെയ്തു. പിന്നെയാണ് പിന്നെ കോമഡി ഉത്സവത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ജോലി ചെയ്യുന്നുണ്ടായിരുന്നു? ജോലി റെസ്റ്റോറൻറ്റിലാണ് ജോലി ചെയ്തത്. പക്ഷേ കാര്യം എന്ന് വെച്ചാൽ അച്ഛനുണ്ടെങ്കിൽ എന്നെ അങ്ങനെയൊന്നും വിടത്തില്ല. കാര്യം അത്യാവശ്യം സാമ്പത്തികമായിട്ടൊക്കെ ഉള്ളൊരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത്. വേറെ ആരെയും ആശ്രയിക്കാൻ ആരുമില്ല, ഒറ്റപ്പെട്ടുപോയി. ഒരു സമയത്താണ് പിന്നെ ഫാമിലിന്റെ സപ്പോർട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? ഫാമിലി പിന്നെ എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ എന്താ പറയാ, ഒന്നാമത്തെ കാര്യം ആർക്കും ഇഷ്ടമല്ലായിരുന്നു എൻ്റെ ഒരു കല്യാണം. അപ്പം എല്ലാവരും എതിർത്ത ഒരു കല്യാണമാണ് ഞാനായിട്ട് നിർബന്ധിച്ച് നടത്തിയത്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സെപ്പറേറ്റഡ് ആയപ്പോഴത്തേക്ക് പിന്നെ എല്ലാവർക്കും എൻ്റെ അടുത്ത് ദേഷ്യമായി. പറഞ്ഞത് കേട്ടില്ല, അനുസരിച്ചില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വന്നതെന്നുള്ള രീതിയിൽ എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങി. പക്ഷെ എല്ലാവർക്കും എന്നോട് സ്നേഹമൊക്കെ ആണ് എങ്കിൽ പോലും പിന്നെ ഞാൻ റെസ്റ്റോറൻറ്റ് കൊല്ലത്തായിരുന്നു ഫസ്റ്റ്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അവരിങ്ങനെ ആലോചിച്ചത് എറണാകുളത്ത് പുതിയൊരു ഷോപ്പ് ഇട്ടാലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഞാൻ അവിടെ വന്ന് അവിടുത്തെ ഫുൾ കാര്യങ്ങളൊക്കെ ഞാനായിരുന്നു നോക്കുന്നത്. അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് ഞാൻ കഴിഞ്ഞു പോയതും അനിയൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ മോനെ ഹസ്ബൻഡിൻ്റെ അമ്മയടുത്താണ് നിർത്തിയിരുന്നത്. കാര്യം മോൻ കുഞ്ഞിതാണ്, അവനെയും കൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് അവനെ അവിടെ നിർത്തി. പിന്നെ ഒരു വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഈ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ കൊച്ചിനെ കളഞ്ഞിട്ട് പോയി. എൻ്റെ ബന്ധുക്കൾ തന്നെയാണ് പറയുന്നത്, ഞാൻ കൊച്ചിനെ കളഞ്ഞിട്ട് പോയി, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ നടക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ.
ഞാൻ ഇതുവരെ എവിടെ കരഞ്ഞിട്ടില്ല. എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കുറ്റപ്പെടുത്തുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. പക്ഷെ ഞാൻ എൻ്റെ അനിയനെ എനിക്ക് കൈയൊഴിയാൻ പറ്റത്തില്ല. അവരെവിടെ നിന്നിട്ടായി കുറ്റപ്പെടുത്തുന്നേ? അതെ, പ്രീതിമ എവിടെ നിൽക്കുന്നേ? ചിന്തിച്ചാൽ മതി. അപ്പം അവർ നോക്കുമ്പോൾ ഈ ചാനൽ ഫീൽഡ് പ്രോഗ്രാമിന് സ്റ്റേജ് ഷോസിന് പോകുന്നു പല പല സ്ഥലങ്ങളിൽ, ചിലപ്പം ട്രിവാൻഡ്രത്തായിരിക്കും, ചിലപ്പോൾ കാസർഗോഡായിരിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നു, പോകണു. അപ്പോൾ അവരുടെയൊക്കെ കണ്ണിൽ അവർ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും അനിയൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും ഒക്കെ. അപ്പോൾ മോൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല. മോൻ്റെ നോക്കുന്നുണ്ടെങ്കിലും അവിടെ അവർ മോനെ ഭയങ്കര സ്നേഹമാണ്. പുള്ളിക്കാരനാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്താ പറയുക. ഇപ്പം അവർ പറയുന്നുണ്ടല്ലോ, ഫാമിലീസ് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഹോട്ടൽ ഫീൽഡിൽ തന്നെ വർക്ക് അത് ചെയ്തിട്ട് ഞാൻ ഒളിച്ചും പാത്തുമൊക്കെയാണ് ആ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം എനിക്ക് പരിചയമുള്ള ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് കയറി അങ്ങ് ബാക്കിലോട്ട് കിച്ചണിൽ എവിടെയെങ്കിലും പോയി നിൽക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ എന്നെ കളിയാക്കിയുള്ളൂ. അയ്യേ ഇവിടേക്കാണോ പോയി ജോലിക്ക് പോകണേന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യത്തുള്ളൂ ആൾക്കാർ. പക്ഷേ എനിക്ക് അങ്ങനെ നാണക്കേടൊന്നുമില്ല. കാര്യം എനിക്ക് അത്യാവശ്യം ഡെയിലി ഇത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ആവശ്യങ്ങൾ നടക്കുമല്ലോ, അതുമാത്രമേ ഞാൻ നോക്കിയുള്ളൂ. അതൊരു കുറച്ചിലായിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പിന്നെ എറണാകുളത്തേക്ക് വന്നു. എറണാകുളത്ത് റെസ്റ്റോറൻറ്റ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് പിന്നെ ഇത് കണക്ക് വേറെ ചാനൽസിൽ നിന്നൊക്കെ എന്നെ പ്രോഗ്രാമിന് വിളിച്ചു. ആ സമയത്ത് പിന്നെ എനിക്ക് അത്യാവശ്യം ഷോസ് പിന്നെ ഡബ് ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ സീരിയൽ ആണ് ഫസ്റ്റ് ഡബ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഈ റെസ്റ്റോറൻ്റൊക്കെ വിട്ട് പിന്നെ ഈ ഒരു ഫീൽഡിലോട്ട് തന്നെ അങ്ങ് ആയി. പിന്നെ പ്രോഗ്രാം കോർഡിനേഷന് പോകും. ഇപ്പോൾ ഞാൻ എവിടെ നോക്കിയാലും എന്ത് ജോലി ഉണ്ടെങ്കിലും ഞാൻ ചെയ്യും. അങ്ങനെയാണ്. ഇപ്പം മിമിക്രി മാത്രമേ ചെയ്യത്തുള്ളൂ, ഡബ്ബിങ് മാത്രമേ ചെയ്യത്തുള്ളൂ, അങ്ങനെയല്ല. എന്നെ കൊണ്ട് പറ്റുന്ന ജോലി ഞാൻ ചെയ്യും, അത്രയേ ഉള്ളൂ. എനിക്ക് എൻ്റെ കാര്യവും എൻ്റെ അനിയൻ്റെ കാര്യം കുഞ്ഞിൻ്റെ കാര്യം ഓക്കെ ആയിട്ട് പോകണം, അത്ര മാത്രമേ ഉള്ളൂ. അച്ഛനെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല. അച്ഛൻ എങ്ങനെയായിരുന്നു? സപ്പോർട്ടീവ് ആയിരുന്നോ? അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛന് ആദ്യമൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. വേണ്ട, പെൺപിള്ളേരാരും പോണില്ലല്ലോ ഇങ്ങനെയൊന്നും മിമിക്രി കാണിക്കാനൊന്നും, വേറെ പണിയില്ല, ഇങ്ങനെയൊക്കെ ആയിരുന്നു പറയണേ. അപ്പോൾ ഞാൻ പറയും കഷ്ടമുണ്ട് ഇങ്ങനെ പോവാ, പ്ലീസ് വിടുവോ എന്നൊക്കെ ചോദിച്ചു. എന്നാൽ പോയിട്ട് വാ എന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ കോമഡി ഉത്സവത്തിൻ്റെ ഞാൻ സ്പോട്ട് ഡബാണ് ചെയ്യുന്നത്, രജിഷ വിജയൻ്റെ. പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിൽ ഫുൾ എപ്പിസോഡായിരുന്നു ഇട്ടിരുന്നത്. വേറെ ഏതൊക്കെയോ ചാനലുകാർ എൻ്റെ വീഡിയോസ് എടുത്തിട്ടപ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് വൈറലായ സമയത്താണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ആൾക്കാരെല്ലാം പറഞ്ഞു മോടെ പരിപാടി കണ്ടായിരുന്നു, പ്രോഗ്രാം കണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിന്നെ നാട്ടിൽ നിന്നൊക്കെ ആദരവൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞങ്ങൾ അച്ഛൻ പറഞ്ഞു ആ കൊള്ളാലോ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ സമ്മതിച്ച് അങ്ങനെ എൻ്റെ അച്ഛൻ മരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി ഉത്സവത്തിൻ്റെ ഗിന്നസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഗിന്നസ് റെക്കോർഡ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ കോള് വന്നത്, ഇങ്ങനെ അച്ഛൻ മരിച്ചെന്നും പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ പെട്ടെന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ശേഷമായിരുന്നു പിന്നെ ശേഷമാണ് അറിഞ്ഞത്. ശേഷമാണ് അറിഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് തന്നെ പോയി. മരിച്ചെന്ന് പറഞ്ഞില്ല, ഇങ്ങനെ ഹോസ്പിറ്റലിലാണെന്നുള്ള രീതിയിൽ വിളിച്ച് പറഞ്ഞ് അങ്ങനെയാണ് പോയത്. അങ്ങനെ അച്ഛനായിരുന്നു എൻ്റെ എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അച്ഛനാണ്. എന്നാൽ എൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര സംസാരിക്കുന്ന ഒരാളോ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര അഭിമാനിയൊക്കെയാ എല്ലാം. ആ ഒരു ചിട്ടയിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വളർന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ എന്നെപ്പറ്റി നെഗറ്റീവ്സ് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഫീലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ ജീവിക്കുന്നത്. അപ്പം പല കാര്യങ്ങളും നേരിട്ടാണ് സ്ട്രഗിൾ ചെയ്താണ് ഇതുവരെയൊക്കെ ആയത്. വലിയ സംഭവമായെന്നല്ല, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പ്രൗഡാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അനിയനെ പഠിപ്പിക്കാൻ പറ്റി, പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, പിന്നെ എറണാകുളത്ത് വന്നിട്ട് എൻ്റെ സ്വന്തം കാലിൽ ഞാൻ ജീവിക്കുന്നുണ്ട്. അതന്നെ. ഇപ്പം ഷോസ് ആയാലും ഒക്കെ പുറത്തൊക്കെ ആയിരിക്കുമല്ലോ ചെയ്യാൻ പോകുന്നതൊക്കെ. അപ്പോൾ ആരെങ്കിലും ഹെൽപ്പിന് ആരെങ്കിലും വരുമോ? കൂടെ ആരെങ്കിലും വരുമോ? എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഫ്രണ്ട്, കൂട്ടുകാരിയുണ്ട്. എപ്പോഴും ഫ്രണ്ടിനെയാണോ കൂട്ടാറ്? അവളാണ് കൂടെ എല്ലായിടത്തും വരുന്നതൊക്കെ. ഓക്കെ. ഇപ്പോൾ ഇത്രയും നാളും ഒരുപാട് ഷോസുകൾ ചെയ്തിട്ടില്ലേ? അപ്പം ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സ്റ്റേജ് ഷോസിന്നോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില ആൾക്കാർ ഇപ്പം ഈ മിമിക്രി ഫീൽഡ് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും
എൻ്റെ ഒരു ചേട്ടന്മാരുടെ ആ ഒരു സ്നേഹത്തിലാണ് എല്ലാവരും. എന്ന് വെച്ചാൽ ഇത്രയും വർഷം കൊണ്ട് എല്ലാവർക്കും എന്നെ അറിയാം. പിന്നെ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അവർ വിളിച്ചിട്ട് ഇങ്ങനെ പ്രോഗ്രാമുണ്ട് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ മെസ്സേജ് അയപ്പും കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് മനസ്സിലാവും വെറുതെയാണ്, ഉടായ്പാണ്. ഇങ്ങനെ അവിടെ പ്രോഗ്രാമുണ്ട്, ഗൾഫ് ഷോ ഉണ്ട്, പിന്നെ ഓസ്ട്രേലിയൻ ഷോ വരുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ അങ്ങനെ രീതിയിലൊക്കെ ഞാൻ പിന്നെ അതൊക്കെ ബ്ലോക്ക് ചെയ്യും. നമുക്കറിയാമല്ലോ ആൾക്കാരെ, ഇപ്പോൾ എല്ലാവരെയും കണ്ടും കേട്ടും എല്ലാവരെയും അറിയാം. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യും. നമുക്ക് അവസരങ്ങളല്ലല്ലോ, നമ്മുടെ ഒരു കംഫർട്ടും. ബ്ലോക്ക് ചെയ്ത് അവിടെ നിർത്തിയോ ആരുടെ അടുത്ത് അതായത് മീൻസ് അങ്ങനെയല്ല, എതിർത്ത് ഒരു ഇഷ്യൂ ആക്കി ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയൊരു പ്രശ്നത്തിൽ ഞാൻ തന്നെ ഒരു താക്കീത് കൊടുത്തിട്ട് മേലെ ഇനി ഇങ്ങനൊന്നും പറയരുതെന്നുള്ള രീതിയിൽ സംസാരിച്ച് അവിടെ നിർത്തും. അല്ലാതെ വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കി പോകണമെന്നൊന്നും ആഗ്രഹിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. ഓക്കെ. എവിടെയായിരുന്നു വീട്? എവിടെയായിരുന്നു വീട്? കൊല്ലം ജില്ലയിൽ ഉമയനല്ലൂർ എന്ന സ്ഥലത്താണ്. കൊല്ലത്തുള്ളവർ വളരെ നല്ല ആൾക്കാരാണെന്ന് കേട്ടിട്ടുണ്ട്. ആണോ? പിന്നെ അല്ല ആണ്, പക്ഷെ ആൾക്കാർ ഇങ്ങനെ എവിടെയാ സ്ഥലം എറണാകുളത്തൊക്കെ വന്നിട്ട് എവിടെ നാടെന്ന് നോക്കിയപ്പോൾ കൊല്ലം എന്ന് പറഞ്ഞാൽ അയ്യോ കൊല്ലോ ഇങ്ങനെയാ ചോദിക്കുന്നത്. അതിപ്പോ കണ്ണൂർ, ഞാൻ കണ്ണൂരോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഓരോരുത്തരും ഡിഫറെന്റ് ആണല്ലോ. അതെ അതെ. ഈ ഒരു ഫീൽഡില് ഇൻസ്പിറേഷനായി നിന്നിട്ടുള്ള ബാലച്ചേട്ടനാന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പം എന്താണ് പുള്ളിനെ കുറിച്ചിട്ടുണ്ടോ? ഇപ്പൊ സ്റ്റിൽ നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടോ? ഇടയ്ക്കൊക്കെ വിളിച്ചൊക്കെ തിരക്ക് അന്വേഷിക്കും. നല്ല മനുഷ്യനാണ്, എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കര സ്നേഹമാണ്, ഒരു ചേട്ടനെ പോലെയാണ്, ആള് പാവമാണ്. ഇപ്പം ഒരുപാട് പേരെ മിമിക്രി ചെയ്തിട്ടുണ്ടല്ലോ, അല്ല ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് ചെയ്യണത് ആരെയാ? വോയിസ് ആണോ? വോയിസ് ചെയ്യുന്നത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു അനുശ്രീയാണോ? അനുശ്രീന്റെ എന്തെങ്കിലും ഒരു വോയിസ്, അനുശ്രീയുടെ വോയിസ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നത് ഡയമണ്ട് നെക്ലസിനകത്തെയാണ്. അത് തന്നെ ചെയ്യാം. നാരായണമാമനെ ഓമനയുമായി കൂടാതെ എനിക്ക് വേറെ ആൾക്കാരുണ്ട് കേട്ടോ ദുബായിൽ. കാവുംപുറത്തെ മീനച്ചെറിയമ്മ, പൊന്നേത്തെ വിമലയിടത്തി, ഓടയംപുറത്തെ പുഷ്പേച്ചി, അങ്ങനെ കുറേ ബന്ധുക്കാരുണ്ട്. നാട്ടിൽ ഞാൻ സൈക്കിൾ ഓടിക്കും കേട്ടോ. സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് എളുപ്പമാവും അറിഞ്ഞേട്ടാ. ഒരു കഴിവ് തന്നെ അല്ലേ? പിന്നെ എനിക്ക് വേറൊരാളുടെ കൂടെ സൗണ്ട് കേൾക്കണമെന്നുണ്ട്. നാഗചേച്ചി, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിരുന്നു വീഡിയോ. അത് പൊക്കോ എന്റെ അത് ശരിക്കും അത് മറ്റേ ഫാമിലി, ആ കുറ്റം പറഞ്ഞ ഫാമിലിയില്ലേ അവരോടായിട്ട് പറഞ്ഞു. അയ്യോ, ആരോടും എനിക്കൊന്നും പറയാനില്ല, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ ചേച്ചി പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം, അല്ലെങ്കിൽ പോവാം. ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചു താണ്ട് ഇങ്ങനെ വെക്കത്തില്ല. അയ്യോ പോകല്ലേ, അയ്യോ പോകല്ലേ, അയ്യോ പോകല്ലേ എന്നൊന്നും ഞാൻ പറയത്തില്ല. തുറന്നങ്ങ് വിട്ടേക്കുക. നിങ്ങൾക്ക് പോകാം വരാം, പോകാം വരാം, പോകാം വരാം. ഓക്കെ, നോട്ട് ചെയ്തോട്ടെ. അത്രേ ഉള്ളൂ, പോകാം വരാം, തുറന്നിങ്ങോട്ടേക്കോ, അത്രേ ഉള്ളൂ. ഇൻസ്റ്റഗ്രാമിലൊക്കെ ആക്റ്റീവ് ആണോ? ആക്റ്റീവ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. എന്തുകൊണ്ട്? എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലും അങ്ങോട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇപ്പം ഇൻസ്റ്റയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൂടെ വീഡിയോസ് ഇടണം, ഇട്ടാലേക്കല്ലേ നമുക്ക് എന്തെങ്കിലും റീച്ച് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അതിന്നും ഒരു വരുമാനമൊക്കെ കിട്ടുമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ആക്റ്റീവായി നോക്കിയാൽ നല്ലതല്ലേ? എന്താ ഐഡിയ എന്താ? ഐ ആം പ്രീതുസ്. പ്രീതിമ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാ അല്ലേ? അപ്പൊ കൂടുതൽ വീഡിയോസ് ഇട്, യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതൊക്കെ നല്ല ആഗ്രഹങ്ങളാ. ഇതെല്ലാം ഞാൻ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അവരെല്ലാം ഭയങ്കര സപ്പോർട്ടാ. എന്നെ വഴക്ക് പറയാറുണ്ട്, ഇതൊക്കെ ചെയ്തൂടെ എന്ന് ചോദിച്ചിട്ട് എപ്പോഴും പറയും. പക്ഷെ എന്നാലും ഈ പറഞ്ഞ കണക്ക് സ്ഥിരം എവിടെ നിൽക്കാത്തത് കൊണ്ട് ഒരു പ്രശ്നം. ഓക്കെ. ഈ ഒരുപാട് സൗണ്ട്സ് എടുത്തിട്ടുണ്ടല്ലോ, ഇപ്പം ഏതെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഉണ്ടോ ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയും കാണിക്കാത്ത പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് സ്വന്തമായിട്ട് കുറച്ചെങ്കിലും ഒരു പകുതിയെങ്കിലും ഓക്കെ ആണെന്ന് തോന്നുന്ന സംഭവങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ മറ്റേ പുള്ളിക്കാരിയാണ് ചിന്ത ജെറോമിൻ്റെ, അറിയാമോ ചിന്ത ജെറോം? കേട്ടിട്ടുണ്ട് ആക്ച്വലി. ചിന്ത ജെറോം യൂട്യൂബിൽ നോക്കിയാൽ ചിന്ത ജെറോമിൽ ഇതൊക്കെ നടത്തുന്ന ആളാണോ? മീൻസ് ഓരോ സ്പീച്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പുള്ളിക്കാരിയുടെ വോയിസ് ഒന്ന് പറയാം. കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല.
അഥവാ ഇട്ടാൽ തന്നെ അത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന അച്ഛന്മാരും കേരളത്തിലില്ല. ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയൊരു പ്രസംഗമല്ല. മാറുന്ന കേരളീയ യുവത്വം എന്നതിനെക്കുറിച്ചായിരുന്നു എൻ്റെ ഈ പ്രസംഗം. ഓക്കെ. പിന്നെ കുറെ ന്യൂസ് റീഡേഴ്സിനൊക്കെ കാണിക്കില്ലേ? ന്യൂസ് റീഡർ ഷാനി പ്രഭാകർ, മനോരമ ന്യൂസ് റീഡർ, അവരാണോ ചെയ്യാറുള്ളത്? ഓക്കെ, അതും കൂടി ചെയ്യും. നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി വി രാജേഷ്, നേരിട്ടൊരൊറ്റ ചോദ്യം. അസം പൗരത്വ രജിസ്റ്ററിൻ്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള 19 ലക്ഷം പേരിൽ മുസ്ലിങ്ങളല്ലാത്ത 13 ലക്ഷം പേർക്കും ഇന്ത്യയിലെ ഈ നിയമം ബാധകമാകുമല്ലോ അല്ലേ? കേൾക്കുന്ന സൗണ്ട് ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായി. കേൾക്കുന്നത്. ഓക്കെ, ആരെങ്കിലൊക്കെ ഈ സൗണ്ടൊക്കെ വെച്ച് കുറെ സൗണ്ടുകളൊക്കെ അറിയാലോ, പറ്റിച്ചിട്ടുണ്ടോ ആരെങ്കിലും? പണ്ട്, ഇപ്പൊ ഇല്ല കേട്ടോ. ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളല്ലേ ഇങ്ങനെയൊക്കെ ചെയ്ത്. ആരെ പറ്റിച്ച്? സ്കൂളിലല്ല, എൻ്റെ തന്നെ ഫ്രണ്ട്സൊക്കെ അവരുടെ റിലേറ്റീവ്സിനെയോ കസിൻസിനെയോ ഒക്കെ വിളിക്കാൻ ഇങ്ങനെയൊക്കെ ഫോൺ കൊണ്ട് തന്നിട്ട് ഒന്ന് സംസാരിക്കുമോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചുമ്മാ ഇങ്ങനെ. ഇത് ഒരുപാട് ടൈം എടുക്കോ പ്രാക്ടീസ് ചെയ്യാനൊക്കെ? ഒരുപാട് ടൈം പ്രാക്ടീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇന്ന വോയിസ് ചെയ്യണം, അല്ല പഠിക്കണം അങ്ങനെയൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇങ്ങനെ റീൽസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ചിലപ്പം ഓരോ നടിമാരുടെയൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ കട്ട്സ് അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ ചുമ്മാ പറഞ്ഞു നോക്കും പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ അത് സേവ് ചെയ്ത് വെക്കും. സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അവരുടെ തന്നെ വേറെ എന്തെങ്കിലും മൂവി സീൻസോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പഠിക്കും. ട്രെൻഡിങ് ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു മെയിൽ വോയിസ് ഒന്നും നോക്കിയിട്ടില്ലേ? ട്രൈ ചെയ്യാം. മെയിൽ വോയിസ് വിനയ് ഫോർട്ട് ഇത് കുറേ ചെയ്തയാ. പുള്ളി വിനയ് ചേട്ടന്റെ ഫ്രണ്ടിൽ തന്നെ മുന്നിൽ വെച്ചിട്ട് തന്നെ സ്റ്റേജിലൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അത് കുറെ നാളായി. ചേട്ടന്റെ വിനയ് ഫോർട്ട് ചെയ്യോ? വളരെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ PT ഉഷ അടക്കം കാല് തട്ടി മലതടച്ച് വീഴാറില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ സോളോ ഹീറോട്ട് അഭിനയിച്ച കമ്പിളി പുതപ്പ് എന്ന പടം സൂപ്പർ ഹിറ്റാണ്. ബാലചേട്ടൻ വേണ്ട പ്ലീസ്, എന്നെ ബാലചേട്ടൻ കൊല്ലും കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, ബാലചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് വോയിസ്. അതാണ് ചേട്ടനെ കാണുമ്പോൾ എല്ലാം ചേട്ടൻ പറയും എന്നെ മാതിരി സംസാരിക്കും ഇങ്ങനെ പറയും. ഇപ്പൊ ഇല്ല കേട്ടോ, ഇപ്പൊ കുറെ നാളായി. ഈ ഒരു മിമിക്രി ഫീൽഡിലേക്ക് വന്നപ്പോൾ കുറേ ഇപ്പോൾ ഫാമിലിയിൽ നിന്ന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതല്ലാണ്ട് ഈ ഞാൻ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, പുരുഷാധിപത്യമുള്ള ഈ ഒരു ഫീൽഡിലോട്ട് വന്നപ്പം വേറെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഈ ഒരു ഫീൽഡിലേക്ക് വരാണ്ടിരിക്കാൻ ആരെങ്കിലും ശ്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായോ? അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ പറഞ്ഞ കണക്ക് മിമിക്രിയിൽ പെൺകുട്ടികൾ കുറവാണ്. ഇപ്പം കുറച്ചും കൂടെ ഒക്കെ ഉണ്ട്. ഞാൻ തന്നെ ഇങ്ങനെ വീഡിയോസൊക്കെ കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്കൂൾ കലോത്സവത്തിലൊക്കെ പണ്ട് പങ്കെടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 7th പഠിക്കണമെന്ന്. പിന്നെ ഒരു 8th തൊട്ടൊക്കെ ഞാൻ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ കൂടെ മത്സരിക്കാൻ ഞങ്ങൾ 2 പേരൊക്കെ കാണുള്ളൂ. ബാക്കി എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കാണും. ഇപ്പോൾ പ്രസംഗമാണെങ്കിലും വേറെ എന്ത് ഐറ്റത്തിലാണെങ്കിലും ആൾക്കാർ കൂടുതൽ കാണും. മിമിക്രിയിലെന്ന് പറഞ്ഞാൽ ആരുമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ 9th പഠിക്കുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫീമെയിൽ മിമിക്രിയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പക്ഷേ സപ്പോർട്ടുണ്ട് കൂടുതലും. ഫാമിലിയിൽ നിന്ന് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ ഒരു ഇപ്പം പ്രീതിമയ്ക്കായാലും ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഫസ്റ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ ഉള്ള സമയത്താണ് ഞാൻ ഇങ്ങനെ ഓരോ കുഞ്ഞു ശബ്ദങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അയ്യോ, അപ്പം എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ നോക്കുതോ എൻ്റെ മോള് കാണിക്കണുണ്ടോ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ തന്നെ അമ്മ പറയും സൗണ്ട് കാണിക്ക് ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. പിന്നെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞ കണക്ക് ഞാനിങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ കലോത്സവത്തിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതല്ലാതെ ഇങ്ങനെ മിമിക്രി ഇങ്ങനെ കൊണ്ടുപോകണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു ഫീൽഡിലോട്ട് വന്നിട്ടുണ്ടായിരുന്നവർ തന്നെ എനിക്ക് തോന്നുന്നു പ്രീതിമയുടെ ടൈമിൽ വന്നവർ തന്നെ ഒരുപാട് പേര് ഇപ്പം ഇല്ല. ഇപ്പം കല്യാണം കഴിഞ്ഞ് പോയിട്ട് അങ്ങനെ കുറേ പേര് പോയിട്ടുണ്ട്. സ്റ്റിൽ ഇങ്ങനെ നിന്ന് പോകാൻ വേണ്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? വർക്കും കാര്യങ്ങളും ബാക്കിയുള്ളവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞൊക്കെ പോണു. പിന്നെ ഒരു ബ്രേക്ക് എടുക്കുക അങ്ങനെ. ഇപ്പൊ എനിക്ക് സംബന്ധിച്ചിടത്തോളം എന്റെ ഇപ്പൊ പ്രോഗ്രാംസ് പറയുമ്പോഴത്തേക്ക് ഇതൊരു പാഷൻ, എന്റെ ഒരു വരുമാനം. അതെ, പാഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, എന്റെ ഒരു ജീവിത മാർഗം കൂടിയാണ്. ഇഷ്ടപ്പെട്ട് ചെയ്യണമല്ലേ എന്തായാലും ഈ ഫീൽഡ്. ഓക്കെ, മൂവിയിലൊക്കെ നോക്കുന്നുണ്ടോ? അങ്ങനെ
ഒന്നുമില്ല. എന്തുകൊണ്ട്? ഇൻട്രസ്റ്റ് ഇല്ലേ? അല്ലെങ്കിൽ വന്നാ ഇൻട്രസ്റ്റ് ഇല്ലെന്നല്ല, വന്നാൽ ചെയ്യും, ആരെങ്കിലുമൊക്കെ വിളിക്കട്ടെ. ഇപ്പൊ ആ ഫീൽഡിലോട്ട് ഇപ്പൊ മിമിക്രി എന്ന് പറഞ്ഞ ഒരുപാട് പേര് ബിഗ് സ്ക്രീനിലോട്ട് പോയിട്ടുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടല്ലോ. കുറെ പേര് പറ്റിച്ചിട്ടില്ലേ? എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്, അവളൊന്ന് പറ്റിക്കാവോ? ഓ നോക്കാം. അവള് ഒരു മണ്ടിയാണ്, നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, എന്താണ് ഇത്ര വലിയ തിരക്ക്? എടി ഞാനൊരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പം ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കുന്നത് രജിഷ വിജയനെയാ. അതെപ്പോ? ഇന്ന് എടുത്തു കഴിഞ്ഞു. ഞാൻ തന്നെ. നീ വെയിറ്റ് ചെയ്യ്, ഞാനില്ലേ പുള്ളിക്കാരിൻ്റെ അടുത്ത് നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് ആക്ടിങ്ങിലൊക്കെ നല്ല ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊടുക്കാം, അപ്പം വിളിച്ചു തരാൻ പറഞ്ഞു. ഞാൻ നിന്റെ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നീ ഒന്ന് സംസാരിച്ചു നോക്ക്. അല്ല, നീ എന്തിനാ ഇന്റർവ്യൂ എടുത്തേ? എനിക്ക് മനസ്സിലായില്ല. സംസാരിക്കുക, അതൊക്കെ ഞാൻ പറയാം. ഓക്കെ. ഫ്രണ്ടാണോ? ഫ്രണ്ടാന്ന് പറഞ്ഞില്ലേ, സുവർണ. ഹലോ. ഹായ്. ഹലോ. ഹായ്, ഞാൻ രജിഷയാണ്. മനസ്സിലായി, ആള് പറഞ്ഞു. ഓക്കെ. എന്താ? സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. എന്താ പേരെന്താണ്? എന്റെ പേര് സുവർണ. കേട്ടില്ല. സുവർണ. 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 ഓക്കെ. എന്റെ മൂവീസ് ഒക്കെ കാണാറുണ്ടോ? എല്ലാം കാണലുണ്ട്. പണ്ടൊക്കെ കാണലുണ്ട്. ഏറ്റവും ഫേവറേറ്റ് ഏതാ? എന്റെയാ? അല്ല, ജോർജറ്റ്. അല്ല, എന്റെ ഏറ്റവും ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണോ ചോദിച്ചേ? അതെ അതെ, ജോർജറ്റ്. ഓക്കെ ഓക്കെ. അതിൽ കൊറേ ഹെയർ ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടാ. ഓക്കെ. ഇപ്പൊ ഫ്രണ്ട് പറഞ്ഞത് എന്റെ ഫാൻ ആണെന്നാണോ പറഞ്ഞേ? അതെ അതെ. ഓക്കെ. അവിടെ ഇന്റർവ്യൂവിന് വന്നതല്ലേ? കുട്ടിയുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നു. ആരുടെ? മിന്നു. മിന്നുന്റെ. സന്തോഷം. ഓക്കെ ഓക്കെ. അവക്കില്ലേ, അവളെന്താ തപ്പിയെന്നറിയോ? ഏത് മൂവിയെ കണ്ടേന്ന് ആലോചിക്കാം. എന്നിട്ട് ആരുടെയോ? ചേച്ചിയുടെയോ? അയ്യോ, ആക്ടിങ് ഫീൽഡിലോട്ട് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ ഓർത്ത് ആരും പൊങ്കാലി ഇടരുത്. ഇതുപോലൊരു പ്രാങ്ക് കോളിന്റെ. നാഗചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പാട്ട് പാടാവോ നാഗചേച്ചിയുടെ സൗണ്ടിൽ? കുറെ ഫാൻസ് ഉണ്ട് നാഗചേച്ചിക്ക്, അറിയില്ലേ? കുറെ ഫാൻസ് ഉണ്ട്. പാട്ടൊന്നും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ, ഞാൻ ഇതെടുത്തിട്ടപ്പോ എനിക്ക് കമന്റ്സ് കൂടുതലും വന്നത്, നാഗചേച്ചി തെറി വിളിക്കുന്നതൊന്ന് വീഡിയോ ചെയ്യാവോ? ഇതൊക്കെയാണ് എന്റെ കമന്റ്സിനകത്ത് ഫുൾ ബീപ്പ് ഇടേണ്ടി വരും. അതാ, അതിനകത്ത് എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ റീൽസിലൊക്കെ ഒരുപാട് പേര് ചെയ്തത് ഇതായതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇല്ല, വേറെ വോയിസ് ചെയ്യാം. നമിത പ്രമോദിന്റെ ചെയ്യാം. അവനെ ഹഗ് ചെയ്തനല്ലേ ഈ കുശുമ്പ്? അസൂയാർഹമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചു എന്നിരിക്കും, ചിലപ്പോൾ ഉമ്മ വച്ചു എന്നിരിക്കും. ശൈലജ ടീച്ചറിന്റെ വോയിസ് നന്നായിട്ട് ചെയ്യൂലേ? ഒന്നെടുക്കാം. ബഹുമാനപ്പെട്ട സ്വരാജ് പറഞ്ഞ പോലെ, പെണ്ണാണ് ഭരിക്കുന്നതെങ്കിലും പെണ്ണിനെന്താണ് കുഴപ്പം? ആണിൻ്റെ അന്തസ്സ് കാണിച്ചു എന്നാ ലജ്ജയിലെ ഷാനിമോൾ ഉസ്മാൻ അടുത്ത് നിന്ന് കേൾക്കാൻ ഷാജി പറയുന്നത്. രണ്ടാമത് സാർ, സാമൂഹ്യനീതി വകുപ്പിനെ ഡിറ്റൻഷൻ സെൻറ്റർ തുടങ്ങാനുള്ള എല്ലാ നിർദ്ദേശവും വന്നത് ബഹുമാനപ്പെട്ട മുനീർ ഇരിക്കുമ്പോഴാണ്, UDF ഇരിക്കുമ്പോഴാണ്. ഗുഡ്. ഇപ്പം കൂടുതലും ചൂസ് ചെയ്യുന്ന വീഡിയോസ് ആയാലും ഡയലോഗുകളായാലും കൂടുതലും കുറച്ച് ഫീമെയിൽ ഡൊമിനൻസ് തോന്നിക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആണോ? തോന്നിയാ? ആരോടെങ്കിലും പറയാനുള്ള കാര്യങ്ങളാണോ? അങ്ങനെയൊന്നുമില്ല. ചുമ്മാ ഇതൊക്കെ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ശൈല ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടിരുന്ന സമയത്ത് സംസാരിച്ച ഒരു സംഭവം. ഓക്കെ. വേറെ ആരുടെയൊക്കെ സൗണ്ട് ചെയ്യും? വേറെ സായി പല്ലവി. സായി പല്ലവിയുടെ ചെയ്യുമോ? കുറച്ച് റഫ് വോയിസ് ആണല്ലേ? அவன் பாசம் கட்ட ஆள் இல்லாம எங்கிட்டு கிடக்குறா? இங்கே ஒரு துண்ணை நினச்சி உட்காந்துக்கிற, உனக்கு தொலையா தரல. நான் உன்னை விழுந்து இங்கே வச்சு ஆஸ்பத்திரிக்கெல்லாம் கூட்டு போய் நீ நல்லா இருக்கியா அந்த டெய்லி சாமி கும்பிட்டு ஊருக்கு ஞாபகமான உட்காந்துக்கிற. ஆனால் நீ உன் கரையில் சின்ன பக்கம் கூட வரல. நான் நல்லதான் உனக்கு தெரியும். யாருமே മാരിയില്ല, മാരി 2 കരണ്ട് പറയണ. കരണ്ട്. പിന്നെ നമ്മുടെ
ഞാൻ വേറൊരു വോയിസ് പറയിക്കണം എന്ന് വിചാരിച്ചു വന്നായിരുന്നു. കല്യാണി പ്രിയദർശൻ. അതിൻ്റെ അത് ഞാനൊന്ന് പറയാമേ, അതിനെ പറ്റിയൊരു കഥ. കല്യാണി പ്രിയദർശൻ്റെ ശബ്ദം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് അത്ര പെർഫെക്റ്റ് അല്ല, പക്ഷേ ഞാൻ കേട്ടിട്ട് പെർഫെക്റ്റ് ആയിട്ടാണല്ലോ. കുറേ പേർക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്, കുറേ പേർക്ക് ശരിയാവണില്ല. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇട്ട്, അതിനകത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് വന്നത്. എന്നെ കൊന്നു കളഞ്ഞു. അത് ഷോയിൽ ചെയ്തല്ലോ, ഷോയിൽ അല്ല അത് അമൃത ടിവിയിൽ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് വെറുതെ കട്ട് പേജിലിട്ടു. അല്ല, ഇൻസ്റ്റയിൽ ഇട്ടതാ. എനിക്ക് തോന്നുന്നത് 2 മില്യൺ അടുത്താണ്ട് ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കമൻറ്റ്സ് മൊത്തം വന്നപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ആദ്യമായിട്ട് ഇത്രയും നെഗറ്റീവ് കമൻറ്റ്സ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ കമന്റ്സ് കൂടുതലും പൃഥ്വിരാജിന്റെ ശബ്ദം അടിപൊളിയായിരുന്നു. അങ്ങനെ ചുമ്മാ അല്ല, അതിനകത്ത് സ്പോട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം ഞാൻ കല്യാണിയുടെ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പൃഥ്വിരാജാണല്ലോ ഓപ്പോസിറ്റ് ഡയലോഗ് സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ കുറേ, പിന്നെ ഞാൻ അതിൻ്റെ ഇതിൽ എന്തോ സംസാരിച്ചേ. നിനക്കെന്താണ് എൻ്റെ അമ്മ ഇടുന്ന കാപ്പി ഊള കാപ്പി, എൻ്റെ അപ്പൻ്റെ കമ്പനി ഊള കമ്പനി, ഓ നിനക്ക് അവർ നമ്മളെ കെട്ടാൻ വേണോ അല്ലേ, പോടെ പട്ടി. ഓക്കെ ആണല്ലോ. അപ്പം ഈ നമ്മൾ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ കാര്യത്തിലുള്ള അപ്പം വീഡിയോസ് എന്താ ഈ നെഗറ്റീവ്, എനിക്ക് തോന്നുന്ന നെഗറ്റീവ് കമന്റ്സിനെ പേടിച്ചാണ് വീഡിയോ ഇടാത്തത് അല്ലേ? വിഷമം വരും, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പേടി അങ്ങനൊന്നുമില്ല. ഓഡിയൻസ് കൂടുതലും എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ വീട്ടമ്മമാരും സാധാരണക്കാരായിരിക്കും കൂടുതൽ. ഈ ഒരു ഷോയിലൂടെയല്ലേ ഫേമസ് ആണ്, അതുകൊണ്ട് അവര് എന്തായാലും ജഡ്ജ് ചെയ്യും അവര്. അത് പേടിച്ച് അത് പേടിയില്ല. നമുക്കിങ്ങനെ എനിക്കിങ്ങനെ കാണുമ്പോൾ വിഷമം, ആ പോട്ടെ കമന്റ് വായിക്കില്ലെന്ന് പറഞ്ഞ് കുറെ കമന്റ് ഇതിനിടും, പറയാൻ പറ്റില്ല. അതെ, ഓക്കെ. അപ്പം സ്റ്റാർട്ട് ചെയ്യണം, ഇനി വീഡിയോസൊക്കെ ചെയ്യണം. അതിനുള്ള സമയം ഇനിയിപ്പോൾ ഓണത്തിന് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഫ്രീ ആവുന്ന സമയത്ത് കുറേ സാധനങ്ങൾ പഠിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് എനിക്ക് സോന നായരുടെ സൗണ്ടാണ്. മറ്റേ ഫിലിമില് കണ്ണിൽ എന്നെ വെച്ചിരിക്കുക, തീയിട്ട് കത്തിച്ചൂടായിരുന്നു. ഒന്ന് പറയോ? പട്ടണത്തിൽ സുന്ദരൻ. പട്ടണത്തിൽ. അപ്പൊ സുന്ദരേഷൻ അതൊന്നും കേട്ടിട്ടില്ല? പൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യ. അടിപൊളി. വേറെ ഏതൊക്കെ ഉണ്ട്? പിന്നെ അമല പോൾ മില്ലി എന്ന് പറഞ്ഞ സിനിമയില് കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനൊരു കൈയിടി കേൾക്കാൻ ഞാനും കൊതിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ എനിക്ക് എവിടെ എത്താനായില്ല. പേടിയും നിരാശയായിരുന്നു. എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്ക് കേൾക്കുമോ എന്നുള്ള പേടി. തോൽക്കാൻ എനിക്ക് അവകാശമില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് വൺസ് അഗെയിൻ ഐ റിയലൈസ് ദാറ്റ് ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് ദ മാൻ. ഫ്രീ ടൈം കിട്ടുമ്പോൾ കൂടുതൽ എന്താ ചെയ്യാറ്? ഫ്രീ ടൈം കിട്ടുമ്പോൾ കൂടുതലും ഉറങ്ങും. ഇത്രേ ഉള്ളോ? കാര്യം രാത്രിയിൽ എനിക്ക് ഉറക്കമൊന്നും ഇല്ല. രാത്രി ഭയങ്കര പാടാ ഉറങ്ങാൻ. എന്താ ഷോസ് ഒക്കെ ചെയ്യില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉറക്കം ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ കൂടുതലും പകല ഉറങ്ങാറ് ഫ്രീ ടൈമിൽ. കുക്ക് ചെയ്യാറുണ്ടോ? അത്യാവശ്യം. എന്താ ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്ന ഡിഷിലേതാ? അവരെ നോക്കണ്ട. ഞാനോ? അങ്ങനെ ചോദിക്കല്ലേ, അങ്ങനൊന്നും ഇല്ല. എല്ലാം ഇഷ്ടമുള്ള ഫുഡ് ഏതാ? ഇഷ്ടമുള്ള ഫുഡ് സദ്യ. വേറെ ആരുടെയെങ്കിലൊക്കെ വോയിസ് ചെയ്യും? ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ച ആവേശ സിനിമയ്ക്കകത്ത ബിബി മോൻ്റെ അമ്മ ക്യാരക്ടർ. മോനെ, രംഗമോനെ, മോ ഹാപ്പിയാണോ? ബിബി മോൻ ഹാപ്പിയാണോ? മോനൊന്ന് ശ്രദ്ധിച്ചോണേ, അവന് പരീക്ഷയൊക്കെ വരുവാ. ഓക്കെ മോനെ. സൂപ്പർ. ഇനി വേറെ ആരാ? അടുത്ത ഭാവനയുടെ പഴയ സൗണ്ട്. ഫിലിപ്പോസ് അങ്കളോ? ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ പത്മ, അനിയത്തിയ. മിസ്റ്റർ കുഞ്ഞുവാള് സ്മാർട്ടാട്ടോ, എനിക്കിഷ്ടായി. ഈ ഒരു ഫീൽഡിലോട്ട്, ഈ മിമിക്രി ഫീൽഡിലോട്ട് വരുന്ന പുതുതായിട്ട് വരുന്ന കുട്ടികളുടെ അടുത്ത് എന്താ പറയാനുള്ളത്? പെൺകുട്ടികളുടെ അടുത്ത് എന്താ പറയാനുള്ളത്? എല്ലാവരും അടിച്ചു കയറി വരട്ടെ. ഓക്കെ. എന്തെങ്കിലും അഡ്വൈസ് ആയിട്ട് എന്താ കൊടുക്കാനുള്ളത്? അഡ്വൈസ് അങ്ങനൊന്നുമില്ല. അവരവർക്കുള്ള കഴിവുകൾ അവർ മാക്സിമം അത് മുന്നോട്ട് കൊണ്ടുവരിക. പ്രോഗ്രാംസും അതുപോലെ തന്നെ എല്ലാം കിട്ടുന്ന അവസരങ്ങളിൽ ചെയ്യാല്ലേ? പണ്ട് മടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ ഇങ്ങനെ ചെയ്യുന്നതിന്? പണ്ടോ? എനിക്കങ്ങനൊന്നുമില്ല. എനിക്ക് മൈക്ക് കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. അപ്പം മുമ്പോട്ടുള്ള
ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്ര നേരം ഞങ്ങളോട് സംസാരിച്ചതിന് ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.